മാതൃഭൂമി ചർച്ചയിൽ ഡൽഹിയിൽ യുവാക്കൾ തീർത്ത വിപ്ലവത്തെ ഇകഴ്ത്താനും അവരെ അധിക്ഷേപിക്കാനും 916 സംഖ്യയായിട്ടുള്ള ശങ്കുട്ടി ദാസിന്റെ പരിശ്രമത്തെ റഹീം പൊളിച്ചടുക്കി കൈ കൊടുത്ത കാഴ്ച മനോഹരമായിരുന്നു. കേന്ദ്രന്മാരെന്ന രാജാക്കന്മാർക്കെതിരെ ഈ നാട്ടിലെ പ്രജകളായിട്ടുള്ളവർ ചെയ്തത് എന്തോ മഹാ അപരാധമെന്നുള്ള നിലയിലാണ് ശങ്കുട്ടി ദാസിന്റെ ന്യായീകരണം അരങ്ങേറിയത്. കാര്യം രാജകൽപ്പനകൾ രാജകൊട്ടാരങ്ങളിലെ രാജാവിന്റെ തിരുവായ്ക്ക് എതിർവാ പാടില്ലല്ലോ. ആ നിലയിലുള്ള കാര്യങ്ങളെ ഡൽഹി പോലീസിന്റെ വേഷത്തിൽ ഗുണ്ടകളെ കൂടി ഇറക്കി പാവപ്പെട്ട വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിന് ശേഷം അതിനെ 110 പോലീസുകാരുടെ ന്യായീകരണ കഥയുമായിട്ട് ഇറങ്ങിയ ശങ്കുട്ടി ദാസിന്റെ നുണക്കൊട്ടാരത്തെ ഉദാഹരണങ്ങൾ സഹിതമാണ് റഹീം തച്ചു തകർത്തത്. സോനം വാങ്ചുക്ക് അവിടെ നിരാഹാരം തുടങ്ങി. ഈ പറയുന്ന ജൂൺ 19-ാം തീയതി 21-ാമത്തെ ദിവസം അദ്ദേഹത്തെ പോലീസ് അവിടെ നിന്ന് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് സഫ്ദർജംഗ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 21 ദിവസവും രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയിട്ടില്ല. സ്ഥലം സന്ദർശിച്ചിട്ടില്ല. ഈ സീക്വൻസ് ഓഫ് ഇവന്റ്സ് പറഞ്ഞപ്പോ പറയാതെ പോയൊരു കാര്യം, അതിനിടയ്ക്ക് 23 വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ ഒരു തവണ എഴുതി 2ാം തവണ എഴുതാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തത് പറഞ്ഞില്ല. ഈ 23 ദിവസം സമരം ചെയ്തിട്ടും ഇവരെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല എന്ന കാര്യം പറഞ്ഞില്ല. ഹൈ സെക്യൂരിറ്റി സോൺ ആയിട്ടുള്ള പാർലമെന്റിലേക്ക് ഈ വിദ്യാർത്ഥികൾ മാർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്തായാലും ജെ പി നദ്ദ 10 മിനിറ്റെങ്കിലും അപ്പോയിന്റ്മെന്റ് കൊടുത്തല്ലോ. ഇവർ ധർമ്മസമരം നടത്തിയിട്ട് 23 ദിവസം സമരം നടത്തിയിട്ട് പുതപ്പിൽ ചുരുട്ടി കൊണ്ടുപോകല്ലാതെ ഇവരെ സമരത്തെ അഭിസംബോധന ചെയ്യാനോ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാനോ തയ്യാറായോ? ഇല്ലല്ലോ. ഇന്നലെ ഈ മാർച്ച് തുടങ്ങിയതിനു ശേഷം ജെ പി നദ്ദ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് കൊടുത്തല്ലോ. അതിനാടകീയമായിട്ടുള്ള വാചകമടിയൊന്നും നടത്തണ്ട. വിഷയം പറഞ്ഞാൽ മതി. താങ്കൾ പറഞ്ഞ 23 ദിവസം സമരം നടത്തിയിട്ട് അവരെ ആ സമരക്കാരെ ഒന്ന് കേൾക്കാൻ, സമരമല്ലേ, ആ സമരക്കാരെ ഒന്ന് കേൾക്കാൻ തയ്യാറായോ സർക്കാർ? ജനാധിപത്യമല്ലേ രാജ്യത്ത്? ശ്രീ റഹീം, ഇപ്പോ രാജ്യം ഒരു വലിയ പ്രതിഷേധ ചൂളയിലേക്ക് പോവുകയാണ്. നമ്മൾ മുമ്പ് ഒരു പതിറ്റാണ്ടിന് മുമ്പ്, ഒരു 1.5 പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷന്റെ സമരം UPA 2ാം സർക്കാരിന്റെ കാലത്ത് കണ്ടിട്ടുണ്ട്. അതിൽ ചില പോലീസ് നടപടികൾ എങ്ങനെയാണ് വിവാദമായത് എന്നുള്ളത് നമുക്കറിയാം. ഇന്നലത്തെ പോലീസ് നടപടി വളരെ ബ്രൂട്ടലായിരുന്നു. അതിന്റെ കൂടുതൽ തെളിവുകൾ സത്യത്തിൽ ഇന്നാണ് വരുന്നത് എന്നുള്ളതാണ്, വീഡിയോയും മറ്റുമൊക്കെ. അപ്പൊ ഈ സമരത്തിൽ പങ്കെടുത്ത ധാരാളം വിദ്യാർത്ഥികളുമായിട്ട് താങ്കൾ സംസാരിച്ചല്ലോ ഇന്നും ഇന്നലെയുമായിട്ട്. അപ്പൊ അവരെ ഈ ലാത്തി കൊണ്ടും ഈ മർദ്ദനം കൊണ്ടുമൊക്കെ ഒതുക്കാൻ കഴിയുമോ? അവരുടെ കൺവിക്ഷൻ എത്രയുണ്ട്? അവരോട് സംസാരിച്ചപ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള കുട്ടികളായിരിക്കുമല്ലോ. അസാധാരണമായ കൺവിക്ഷനാണ്, ഉറച്ച മനസ്സാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് സമാനതകളില്ലാത്ത പ്രതിരോധമാണ്. ഇന്നലെ പോലീസ് ചെയ്ത് എന്താണ് ഇതിൽ കാണേണ്ട കാര്യം, ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞതിലേക്ക് ഞാൻ വരുന്നുണ്ട്. പോലീസിന്റെ എല്ലാ പ്രതീക്ഷകളെയും, അതായത് സർക്കാരിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റി. 2 ദിവസം മുമ്പാണ് ഡൽഹി പോലീസ് കമ്മീഷണറെ അമിത്ഷാ മാറ്റി പുതിയൊരാളെ, തങ്ങൾക്ക് ഏറ്റവും ബിഫിറ്റിംഗ് ആയ ഒരാളെ അവർ കൊണ്ടുവച്ചത്, കംഫർട്ടബിൾ ആയ ഒരാളെ വെച്ചത്. എന്നിട്ട് എന്തായി? അവരൊരു വലിയ പ്ലാൻ ഉണ്ടാക്കി ഈ സമരത്തെ പൊളിക്കാൻ. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ യഥാർത്ഥത്തിൽ ബോധപൂർവമായി ഈ കലാപം. അത് പോലീസ് സൃഷ്ടിച്ച കലാപമാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നെയിം ബോർഡ് ഇല്ലാത്തവർ, അർദ്ധ സൈനിക വ്യൂഹം, അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഇതുപോലുള്ള ആംഡ് ഏജൻസികൾ, ഇവരെല്ലാവരും. ഇതിനു പുറമെ നിങ്ങൾ കണ്ടില്ലേ, വലിയ ലാത്തിയുമായി പോലീസിനൊപ്പം നിന്ന് സമരക്കാരെ അടിച്ചൊതുക്കുന്ന പോലീസുകാരല്ലാത്തവർ. അതാ ഞാൻ പറഞ്ഞത്, ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ അവരുടെ സേനയ്ക്കൊപ്പം, പോലീസ് സേനയ്ക്കൊപ്പം ഇങ്ങനെ യൂണിഫോം ഇല്ലാതെ നിന്ന് ആക്രമിക്കാൻ പറ്റുമോ? യൂണിഫോം ഇല്ലാന്ന് വെച്ചാൽ ഈ നമ്മുടെ പൂർണ്ണമായും യൂണിഫോം ഇല്ലാതെ, ഐഡന്റിറ്റി ഇല്ലാതെ ഇതുപോലെ ആക്രമിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയെല്ലാം ആക്രമിച്ച് ഇന്നലെയോടുകൂടി ഇത് അവസാനിക്കാം. എന്നിട്ട് അതേസമയം തന്നെ പോലീസ് എന്താ ചെയ്തേ? പോലീസ് വളരെ ക്ലിയറായി ഈ പറയുന്ന ജന്തർ മന്ദർ കീഴടക്കുന്നു. അവരുടെ ഈ സമരപ്പന്തൽ ഏതാണ്ട് ഇല്ലാതാക്കുന്നു, ഉപയോഗിക്കാൻ പറ്റാത്ത വിധമാക്കുന്നു. അവിടെയുള്ള മുഴുവൻ പേരെ അവിടെ നിന്ന് മാറ്റുന്നു. മണിക്കൂറുകൾക്കകം, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല അവരുടെ കൺവെൻഷനെ കുറിച്ച്, അവർ അതേ ആളുകൾ അവിടേക്ക് തിരിച്ചു വരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല മഴയത്ത് പോലും പിന്തിരിഞ്ഞു പോകാതെ, ഒരു നിമിഷം പോലും മുദ്രാവാക്യം നിലച്ചു പോകാതെ അവരവിടെ നിന്ന് വന്ദേ മാതരം വിളിക്കുന്നു, ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നു. അവർ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിക്കുന്നു. നിങ്ങൾ നോക്കൂ, ജനാധിപത്യ ഇന്ത്യയിൽ ഇതുപോലെ മനോഹരമായൊരു കാഴ്ച വേറെയുണ്ടോ? ഇന്നലെ തല്ലുമ്പോൾ ആ തല്ലുകൊണ്ടിട്ടും ഒരല്പം പോലും വാടാതെ നിന്ന് തല്ലുവാങ്ങുന്ന ചെറുപ്പത്തെ കണ്ടില്ലേ? ഞാൻ ഇന്നലെ കണ്ടല്ലോ, ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഒരു പോലീസ് വാഹനത്തിനകത്ത് അവരെ പൂട്ടിയിട്ടിരിക്കുകയാണ്.
ചോര വാർന്നൊലിക്കുന്ന ചെറുപ്പക്കാരെ ഞങ്ങൾ കണ്ടു. അതിലൊരാൾ പോലും കരയുന്നില്ല. അവരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ നിർബന്ധിച്ചവരെ ഇറക്കാണ്. നിങ്ങൾ ആലോചിക്കണം, അവരുടെ മുഖത്തപ്പോഴും തീയാണ്. അവർ അതിനുശേഷം മാധ്യമങ്ങളോട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രതികരിച്ചു. നിങ്ങൾ ആ ബൈറ്റ് കണ്ടു നോക്കൂ. അവർ ഈ തല്ലുകൊണ്ടിട്ടും ഭയചകിതരായി പുറകോട്ട് പോവല്ല. അപ്പോൾ ഈ ജനത്തിന്റെ, വിദ്യാർത്ഥികളുടെ വികാരത്തെ, സെന്റിമെന്റ്സിനെ, അവരുടെ കൺവിൻഷനെ ഈ സർക്കാർ, ഈ ഏകാധിപത്യ സർക്കാർ തോറ്റുപോവാണ്. ഇവർക്ക് പണം കൊടുത്ത് പാർലമെന്റിനകത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റും. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ BJPക്കെതിരെ സംസാരിച്ചുകൊണ്ട് ഇപ്പുറത്തെ വശത്തിരുന്ന പല പാർട്ടികൾ തന്നെയും ഇപ്പോഴപ്പുറത്തായി. ഞാൻ ശങ്കുട്ടിദാസിനെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് ആ പണി ചേരും. ഏതാണ്? അൾട്രാ റൈറ്റിന്, അത് തീവ്ര വലതുപക്ഷത്തിന്. കാര്യം നിങ്ങൾക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റി ഇല്ല. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കോൺഫിഡൻസ് അതിലാണ്. പക്ഷേ നിങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ചരിത്രവും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മനസ്സിലെ, ചെറുപ്പത്തിന്റെ മനസ്സിലെ തീയും കാണാതെ പോയി. അത് വരും ദിവസങ്ങളിൽ ആളിക്കത്തും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്നലെ വൈകുന്നേരം മുതൽ പുറത്തു വന്ന വീഡിയോ വിഷ്വൽസ് ആണ് ഇത് പുറത്തു വരുന്നത്. ഇനി അടുത്ത് ഇവിടെ എപ്പോഴും ഇതാണ്. നിങ്ങൾ നോക്കൂ, താങ്കൾ പറഞ്ഞതിലെ ഒരു ചെറിയ വാക്കിൽ പിടിച്ചായിരുന്നു BJPയുടെ പ്രതിനിധി പിന്നെ തൂങ്ങി കുറേ നേരം കൊണ്ടുപോയത്. അത് ഒരു റൈറ്റിന്റെ, ഈ വലതുപക്ഷത്തിന്റെ ഒരു കുഴപ്പമാണത്. അത് പുതിയ നരേറ്റീവുകൾ ഉണ്ടാക്കും, പരമാവധി ശ്രമിക്കും, വസ്തുതകളിൽ നിന്ന് മറച്ചു വെക്കും. എന്താ അവിടെ വസ്തുത? അദ്ദേഹം തന്നെ വിവരിച്ചതിലുണ്ടല്ലോ. 21 ദിവസം അവിടെ കിടന്നു. രാഹുൽ ഗാന്ധി എവിടെയെന്നാണ് ആ ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം പറയട്ടെ. ഞാനിതിനെ പ്രതിരോധിക്കാനില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ബാധകമാണല്ലോ, ആ 21 ദിവസം നിങ്ങളുടെ ഗവൺമെന്റ് എവിടെ? ഏത് ഗവൺമെന്റ്? മദർ ഓഫ് ഡെമോക്രസി. ഇന്ത്യയെ നിങ്ങൾ വിളിക്കുന്നത് ഇപ്പോഴങ്ങനെയാണല്ലോ. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി എന്നാണല്ലോ. അങ്ങനെയാണോ? എവിടെ വിശ്വഗുരു? എവിടെ വിശ്വഗുരു? നിങ്ങൾ എന്തേ വന്നില്ല? ഈ ജിതേന്ദ്ര സിംഗ് ഇന്ന് പോയല്ലോ. ഇന്ന് നമ്മുടെ JP നഡ്ഡ നേരിട്ട് പോയല്ലോ ഹോസ്പിറ്റലിൽ. എങ്ങനെ പോയി? നിങ്ങൾക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ദേ കൈവിട്ടു പോവുകയാണ് കാര്യങ്ങളെന്ന് നിങ്ങളിപ്പോൾ തിരിഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നു? 21 ദിവസം നിങ്ങൾ ഈ പറഞ്ഞ നാൾ വഴിയിൽ എവിടെയായിരുന്നു? അന്ന് അവിടെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ചെറിയ പോലീസിനെ ഉന്തും തള്ളുകയെങ്കിലും ചെയ്തോ? ഒന്നും ഉണ്ടായില്ലല്ലോ. ആ 21 ദിവസം അവർ സഹന സമരത്തിലായിരുന്നു. അതിനുശേഷം 20-ാം തീയതിയിലെ മാർച്ച് അവർ പ്രഖ്യാപിച്ച മാർച്ചാണ്. അന്നേ ദിവസം SFI മാർച്ച് പ്രഖ്യാപിക്കുകയാണ്. DYFI അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് സംഘടനകൾ, AISF, ISA, ഇവരെല്ലാവരും മാർച്ചിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. വ്യത്യസ്ത ദളിത് സംഘടനകൾ, വ്യത്യസ്ത കർഷക സംഘടനകൾ, ഇവരെല്ലാവരും മാർച്ചിന് പ്രഖ്യാപിക്കുന്നു. അപ്പോഴും നിങ്ങൾ എവിടെയായിരുന്നു? അപ്പോഴും നിങ്ങൾ കരുതിയത് നിങ്ങൾ ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇതങ്ങ് പോയി. നിങ്ങൾ ഏതുപോലെ ഈ വലതുപക്ഷത്തിന്റെ ഒരു വലിയ ആത്മവിശ്വാസമാണ്, നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസമാണ്. കാരണം MP-മാരെ വിലക്കെടുക്കുന്നത് പോലെ, രാഷ്ട്രീയ പാർട്ടികളെ വിലക്കെടുക്കുന്നത് പോലെ ED ഉപയോഗിച്ച് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ ഭരണവും പിന്നെ ബംഗാളിലാണെങ്കിൽ പ്രതിപക്ഷത്തെയും സൃഷ്ടിക്കുന്നത് പോലെ ഇതിനെ അങ്ങ് മാനേജ് ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇതിന് തെറ്റാനുള്ള ഒരു കാരണം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലോ ഇന്ത്യയിൽ അതിനുശേഷം നടന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലോ ഈ RSS അല്ലെങ്കിൽ സംഘപരിവാർ ഇന്ത്യയിലെ ഈ റൈറ്റ്, ഇന്ന് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അൾട്രാ റൈറ്റ് എവിടെയും ഉണ്ടായിരുന്നില്ല. അതിന്റെ ചരിത്രമില്ലാത്തത് കൊണ്ടാണ്, ആ ചരിത്ര ബോധമില്ലായ്മ കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ രാജ്യത്തിലെ ജനങ്ങൾ കൂടുതൽ തിഷ്ടമായ സമരത്തിൽ അവരാവശ്യപ്പെടുന്ന വളരെ ലളിതമായ കാര്യം. അവരാവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമരത്തിലെ ഒന്നാമത്തെ മുദ്രാവാക്യം, ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. എന്തിനാണ് ധർമ്മേന്ദ്ര പ്രധാനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്? 2, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക. 3, ഞങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, NDA സ്ക്രാപ്പ് ചെയ്യുക, NDA അവസാനിപ്പിക്കുക. നിങ്ങൾ 2017 NDA കൊണ്ടുവന്നതിന് ശേഷം അത് ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റത്തിനെതിരാണ്. ഇത് കേന്ദ്രീകൃത പരീക്ഷാ സംവിധാനം തെറ്റാണെന്ന് തെളിഞ്ഞിട്ടും എന്തിനാണ് വീണ്ടും നിങ്ങളത് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? ഫീൽഡിൽ നിന്ന് യാഥാർത്ഥ്യങ്ങൾ കണ്ടതിന് ശേഷമുള്ള പ്രതികരണമാണ് A. റഹീം MP നടത്തിയത്. എന്നാൽ ഗോദി മീഡിയയും ജനൻ ടിവിയും കൊടുക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് അതാണ് സത്യമെന്നുള്ളതിലേക്ക് ഈ നാടിന്റെ പൗരന്മാരും നാളത്തെ ഭാവികളായിട്ടുള്ള ചെറുപ്പക്കാരെ തല്ലി ചതച്ചിട്ട് ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്. ഇവർക്കൊക്കെ ഭരിക്കുന്ന തിരുമനസ്സുകളോട് വല്ലാത്ത അടിമത്തമാണ്. തിരുമനസ്സുകൾ എന്ത് തോന്നിവാസം ചെയ്താലും അതൊന്നും തെറ്റായിട്ട് തോന്നത്തില്ല. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതത്തെ താറുമാറാക്കിയ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച, CBSEയുടെ വാല്യുവേഷൻ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷകൾ മുഴുവൻ നാട്ടിക്കിടക്കുന്ന ഏജൻസികൾക്ക് പണം വാങ്ങി തീരെഴുതി കൊടുത്ത് ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ അവസരം കൊടുത്തതിൽ നടത്തിയ പ്രതിഷേധത്തെ ഈ രീതിയിൽ ലളിതവൽക്കരിക്കുമ്പോൾ, ഈ രീതിയിൽ അതിനെ താറടിച്ച് കാണിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ശബ്ദമായിട്ട് റഹീമിന് മാറാൻ കഴിഞ്ഞു. സമരം തുടങ്ങിയ നാൾ മുതൽ കോൺഗ്രസുകാരൊക്കെ മുഖം തിരിച്ചു നിന്ന സന്ദർഭത്തിലും അതിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആ സമരത്തിന് വേണ്ട ഊർജവും പിന്തുണയും കൊടുത്തത്
ഇടതുപക്ഷമായിരുന്നു. അതുകൊണ്ട് സമരം തുടങ്ങി ഈ ദിവസം വരെ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ അറിയാം. അത് വിശദീകരിക്കുമ്പോൾ അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ ഡൽഹിയുടെ ഭൂമിശാസ്ത്രം പഠിപ്പിച്ച് രക്ഷപ്പെടുന്ന സംഘികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മനോഭാവം എന്താണെന്നാണ് നാട്ടുകാർ മനസ്സിലാക്കേണ്ടത്. ആ തല്ലുകൊള്ളുന്ന കുട്ടികളൊന്നും രാഷ്ട്രീയത്തിനു വേണ്ടി കൊള്ളുന്നവരല്ല, ജീവിതങ്ങൾക്ക് വേണ്ടി കൊണ്ടതാണ്, നാളുകളിൽ വരുന്ന ഭാവി തലമുറകൾക്ക് വേണ്ടി കൊണ്ടതാണ്, ഇന്നലകളിൽ ഈ നാടിന്റെ ഭാവിയിൽ വരുന്ന തലമുറകൾക്ക് വേണ്ടി കൊണ്ടതാണ്. അത് ഈ നാട്ടിലെ ഓരോ വീടുകളിലെയും കുട്ടികളുടെ ദേഹത്ത് പതിച്ച തല്ലായിട്ട് വേണം അനുമാനിക്കാൻ. കാരണം ഒരു രാഷ്ട്രീയ കാര്യത്തിനുമല്ല അവർ തെരുവിലേക്ക് ഇറങ്ങിയത്. ഈ നാട് ഭരിക്കുന്നവർ അവരുടെ ഭാവി തുലയ്ക്കാൻ പരിശ്രമിച്ചതിനാണ്. അതിനെയാണ് BJP-ക്കാർ ഏത് തരത്തിൽ ന്യായീകരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.